പഴംപൊരി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? പക്ഷേ എണ്ണയിൽ പൊരിക്കുന്നതുകൊണ്ട് എന്നും പഴംപൊരി കഴിക്കാനും പറ്റില്ല. നമുക്കപ്പോൾ എണ്ണയില്ലാതെ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Please subscribe this channel and press on the bell icon for the latest updates. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: നേന്ത്രപ്പഴം 2 എണ്ണം, മൈദ 3/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 നുള്ള്, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്, വെള്ളം ആവശ്യത്തിന്. ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം പഴുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയിൽ കട്ട് ചെയ്തെടുക്കരുത്. കണ്ടോ, ഇത്രയും കട്ടിയിൽ കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ തവയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അകമൊക്കെ നല്ലപോലെ വെന്ത് വരണം. ഞാനിപ്പോൾ 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇടുമ്പോൾ മാവിന് കുറച്ച് മധുരം വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കാൻ നോക്കുക. നമ്മൾ കലക്കി എടുക്കുമ്പോൾ നല്ല കട്ടിക്ക് വേണം കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ലൂസായി പോയാൽ നമ്മൾ തവയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒലിച്ചു പോകും. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് കലക്കിയെടുക്കുക. 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയും കട്ടിയിൽ കലക്കിയെടുക്കുക. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ തിക്നെസ്സിൽ കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു തവ ചൂടാക്കാൻ വയ്ക്കുക. തവ ചൂടായിട്ട് വരുമ്പോൾ ഓരോ പീസായിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് തവയിലോട്ട് വെച്ച് കൊടുക്കാം. മാവ് നല്ല കട്ടിയായിട്ട് കലക്കി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് കണ്ടോ ഒലിച്ചു പോകാതിരിക്കുന്നത്. ഇനി എല്ലാ പീസും തവയിലോട്ട് വെച്ച് കൊടുക്കാം. തീ നല്ല കുറച്ച് വേണം ഇടാൻ. അതായത് മീഡിയം ലോയിലോ മീഡിയത്തിലോ ഇട്ട് ചെയ്താൽ മതി. പഴത്തിൻ്റെ അകമൊക്കെ വെന്ത് വരണം. അപ്പം ഞാൻ എല്ലാ പീസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക താഴെ ആയോ എന്ന്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങനെ തന്നെ വയ്ക്കുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ചെറിയ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതുപോലെ താഴത്തെ ഭാഗവും ആയി വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്നും എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഒരു ദിവസം എണ്ണയില്ലാതെ ട്രൈ ചെയ്യാം. ഇതിന് ഒരു വേറെ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.